കഴിഞ്ഞ 9 വർഷത്തിനിടെ 100-ലധികം KSEB ജീവനക്കാർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചതായി വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. മരിച്ചതിൽ കൂടുതലും കരാർ ജീവനക്കാരാണ്. ഈ വർഷം മാത്രം 10 പേരാണ് ഡ്യൂട്ടിക്കിടെ മരിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തൊഴിലിടങ്ങളിൽ മരിച്ചു വീഴുന്ന KSEB ജീവനക്കാരുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നതാണ്. 2016 മെയ് മാസം മുതൽ 2025 ഓഗസ്റ്റ് മാസം വരെ സംസ്ഥാനത്ത് 163 KSEB ജീവനക്കാരാണ് മരിച്ചത്. ഇതിൽ 102 പേരും വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചത്. മരിച്ചതിൽ 98 പേരും കരാർ ജീവനക്കാരുമായിരുന്നു. 65 സ്ഥിരം ജീവനക്കാരും ഡ്യൂട്ടിക്കിടെ മരിച്ചു. ഈ വർഷം മാത്രം 10 KSEB ജീവനക്കാരും വിവിധ അപകടങ്ങളിൽ മരിച്ചു. ിലധികം ജീവനക്കാരാണ് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നോ മറ്റ് ഉയരപ്രദേശങ്ങളിൽ നിന്നോ വീണു മരിച്ചത്. വിവരാവകാശത്തിനുള്ള മറുപടിയിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ. ഇതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം 102 KSEB ജീവനക്കാരും മരിച്ചിരിക്കുന്നത് വൈദ്യുതി ആഘാതമേറ്റാണ്. ഇതിൽ 46 പേരും ബോർഡ് ജീവനക്കാരും 56 പേർ കരാർ ജീവനക്കാരുമാണ്. അപ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി ആഘാതമേറ്റ് മരിക്കുന്ന KSEB ജീവനക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടും എന്തൊക്കെ സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് വിശദീകരിക്കാൻ KSEBയും സംസ്ഥാന സർക്കാരും അടിയന്തരമായി തയ്യാറാവണം. ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞും ട്രാൻസ്ഫോമറിൽ നിന്ന് വീണും മരിച്ച KSEB ജീവനക്കാരുമുണ്ട്. ഡ്യൂട്ടിക്കിടെ മരിച്ച ഭൂരിഭാഗം ജീവനക്കാർക്കും KSEB നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.